ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനൂസ് കിച്ചൺ. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാനാണ് കേട്ടോ. ബാംഗ്ലൂർ എന്തൊക്കെയാണ് കാണാനുള്ളത്, അവിടുത്തെ നൈറ്റ് വൈബ് എങ്ങനെയാണ് എന്നൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ ഈ ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അവിടുത്തെ വൈബ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാണ് ഇവിടുത്തെ നൈറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുമല്ലേ. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പൊ നമ്മൾ മോർണിംഗ് ആണ് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുള്ളത്. ബാംഗ്ലൂർ വന്നതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആള് നമുക്കൊരു ട്രാവൽസിലാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ട്രാവൽസ് തന്നെ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ട്രാവൽസിലേക്ക് പോയി. ട്രാവൽസിൽ നിന്ന് അവർ ഒരു പാക്കേജ് ആണ് അവർ തരുന്നത്, അതായത് ഒരു ഫുൾ ഡേ പാക്കേജ് ആണ്. അത് ഒരു രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് അവരെ പാക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ബാംഗ്ലൂർ കുറേയധികം സ്ഥലങ്ങൾ കാണാനുള്ളതൊക്കെ അവർ കവർ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളൊരു 8 മണിയായപ്പോൾ വന്നുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പോയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ദർഗയുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് സിയാർത്ത് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നടന്നു പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ നമുക്ക് ഭയങ്കര വിശപ്പുള്ളത് കാരണം നമ്മൾ ദർഗയിൽ കയറിയില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പൊ അടിപൊളി ഇഡലിയും സാമ്പാറും ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും സാമ്പാറിന് ചെറിയ മധുരമുള്ളത് കാരണം നമുക്ക് അത് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഇഡലിയും ചമ്മന്തിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് നമ്മുടെ ഈ ബാംഗ്ലൂർ യാത്ര കേട്ടോ. അപ്പൊ നമ്മൾ നേരെ അവിടെ നിന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി. നമ്മൾ നേരത്തെ ഒരു ദർഗ കണ്ടിട്ടില്ലായിരുന്നു, ആ ഒരു ദർഗയ്ക്ക് അടുത്തതിനുള്ള റെസ്റ്റോറന്റിലാണ് നമ്മൾ പോയത്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മസാല ദോശയാണ്, പൊള്ളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ സാധാ മസാല ദോശയൊക്കെ അല്ല, അവിടെ അതിന്റെ മുകളിലായിട്ട് അവരൊരു മുളകിന്റെ ഒക്കെ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പി ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ നടന്ന് ആ ദർഗയിലേക്കാണ് വന്നത്. അവിടെ ജസ്റ്റ് ഒരു സിയാർത്തൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി നമ്മുടെ ട്രാവൽസിലേക്ക് പോയത്. അപ്പം ഇതാണ് ആ ദർഗ, മസ്താൻ ദർഗ എന്നാണ് പറയുന്നത് കേട്ടോ, അറിയപ്പെടുന്നത്. അപ്പം വളരെ രാവിലെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞങ്ങൾ നൈറ്റ് പോയി പാസ് ചെയ്ത് പോയപ്പോഴത്തേനും ഇവിടെ ഭയങ്കര എന്തോ ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആളായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി സ്ഥലത്തേക്കൊക്കെ പോയത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് ഇവിടുത്തെ ട്രാവൽസിലേക്കാണ്. ഇത് കർണാടക ടൂറിസത്തിന് ഇതായിട്ടുള്ള ട്രാവൽസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. അങ്ങനെ 2 ട്രാവലറിനകത്താണ് നമ്മൾ അവർ കൊണ്ടുപോയത്. അപ്പൊ ഒരാൾക്ക് പെർ ഹെഡ് 500 ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി 1000 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ഹിന്ദിക്കാരായിരുന്നു കേട്ടോ കൂടെ ഉള്ളത്. മലയാളികളായിട്ട് ഞങ്ങളുടെ ട്രാവലറിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 ട്രാവലറാണ് ഇവിടുന്ന് പോയത് കേട്ടോ. അപ്പം നമുക്ക് കുറേയധികം ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെ ആണല്ലോ നമ്മുടെ ബാംഗ്ലൂർ കൂടുതലായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് ആദ്യം കൊണ്ട് നിർത്തി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലൈൻ കുടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ഷോപ്പിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു ലൈൻ കൊണ്ടുവന്നു. പക്ഷെ അതിലാണെന്നുണ്ടെങ്കിൽ ഒരു പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഈ ഒരു ലൈമിൽ പെപ്പർ പൗഡർ ഒട്ടും തന്നെ അങ്ങോട്ട് രസിക്കാത്തതുകൊണ്ട് അത് കുടിച്ചിട്ടില്ല. അങ്ങനെ അവിടുന്ന് വേഗം തിരികെ പോരുകയാണ് ചെയ്തത് കേട്ടോ. കുറേ നേരം വെയിറ്റ് ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അവർ ചോദിക്കാൻ പറയുന്നില്ല, അവർ നേരെ പെപ്പർ പൗഡർ ഇട്ടിഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ വന്നിട്ടുള്ളത് ടിപ്പു സുൽത്താൻ പാലസിലേക്കാണ് കേട്ടോ. After Tipu death, this all destroyed for the year. Now, Karnataka government made by big hospital, big college, school, office. टिपू सुल्तान के टोटली साउथ इंडिया में 7 फोर्ट है, 7 किले, तमिलनाडु, आंध्र, कर्नाटका, केरला. और ये जो पैलेस समर पैलेस, ये पैलेस को स्टार्ट किया हैदर अली खान 1781 में. सन टिपू सुल्तान कंप्लीट 1791. 10 साल का समय लग गया इस स्मॉल पैलेस बनाने के लिए. बिकॉज ये पैलेस के अंदर जाएंगे, एंट्री होंगे, ये पिलर्स, ये रूफिंग्स, ये दरबार हॉल सब लकड़ी का नाम है सागवान की लकड़ी. हिंदी में बोलते हैं सागवान, इंग्लिश में बोलते हैं टीक वुड. ये लकड़ी को 2 years कावेरी वाटर में भीगने के बाद पिलर्स को तैयार किया. अंदर जाएंगे, इसका 2 पार्ट है. फ्रंट है मर्दाना दरबार हॉल, बैक जनाना दरबार हॉल. इन द मुस्लिम्स ब्लैक ड्रेस था, डिवाइडिंग होता था, इसलिए जनाना अलग होता है, मर्दाना अलग होता है. और यहाँ पे सेंटर में एक आर्ट गैलरी है.
उस एड गाड़ी में रॉकेट रखा है, आपको दिखेगा वो रॉकेट है, लेकिन वो रॉकेट है हमारे विश्व की पहली रॉकेट, द फर्स्ट रॉकेट मेड बाय इंडिया, दैट इज फाउंडेशन ऑफ टीपू सुल्तान. दैट रॉकेट रिसर्च बाय नासा एंड कंप्लीट लेट अब्दुल कलाम साहब. दिस रॉकेट बाय 2.5 किलोमीटर, इसकी उड़ान 2.5 किलोमीटर ये जाके ब्लास्ट होता था. आप आज गाड़ी है देख लीजिए अंदर में. അപ്പൊ നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, വേറെ ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം ഹിന്ദിയിൽ ഞാൻ ഭയങ്കര മുന്നോട്ടായതുകൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എന്നെ പോലെ ആണെന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം പിടിക്കാം. ഇപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോവാട്ടോ. അപ്പൊ നമ്മൾ നേരെ ഇനി അടുത്ത സമർ പാലസിനകത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്കിനിയിപ്പോ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ അതിനും കൂടെ ചേർത്തിട്ടാണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് നടന്നു കാണാം. കൂടുതലായിട്ടൊന്നും സമർ പാലസിനകത്ത് കാണാനില്ല. ഈ ഒരു ഇതിന്റെ ഉള്ളിൽ കുറച്ച് കയറാം, കയറി അവിടേക്ക് ഒന്ന് കറങ്ങി കണ്ട് തിരിച്ചു പോരാ കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ ടിപ്പുവിന്റെ സമർ പാലസ് കണ്ടില്ല എന്ന് വേണ്ട. അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ കയറി, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഇതാണ്. അപ്പൊ നമുക്കിതിന് ഉൾഭാഗമൊക്കെ കയറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിൽ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറെ ഇരുട്ടായിട്ടുള്ള കുറെ അധികം സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതിന് മുകളിൽ കയറി നമുക്ക് പഴയ ഒരു ഫീലാണ്, പഴയൊരു എന്താണ് കൊട്ടാരത്തിലേക്ക് കയറുന്ന ഒരു ഫീലാണ് ഇതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിന്റെ ഉൾഭാഗത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി വരാമേ. ഇപ്പൊ നമ്മൾ കൂടുതൽ അന്ധകാരത്തിലേക്കാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ അന്ധകാരത്തിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ. അപ്പം ഇവിടെ ഒന്നും ലൈറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്കിവിടെ മുകളിൽ നിന്ന് ഒന്ന് താഴോട്ടൊക്കെ നോക്കി സെറ്റായിട്ട് അങ്ങ് പോവാം, അത്രേ ഉള്ളൂ. നമുക്ക് നേരെ ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേക്കുള്ള സ്റ്റെപ്പ് ഉണ്ട്, അതുവഴി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡിലാണ് എത്തുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് കേട്ടോ. ഈ ഒരു ബാക്ക് സൈഡിൽ കൂടെ വന്നിട്ട് നമുക്കിപ്പോ അവര് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ ട്രാവലറിന്റെ അടുത്ത് എത്തിയിരുന്നാൽ മതി. അവിടെ നമ്മൾ കുറച്ച് പുറത്തോട്ട് നടക്കാനൊക്കെ ഇറങ്ങി. ആ ഒരു സമയത്താണ് കുഞ്ഞാവുകൾ രണ്ടുപേരും മിഠായി കഴിക്കുന്ന വീഡിയോ ഉണ്ടോ. അപ്പൊ അവർ രണ്ടുപേരുടെ മത്സരിച്ച് മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് ട്രാവലറിന്റെ അടുത്ത് വന്ന് വെയിറ്റ് ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോഴത്തേനും പല ടൈം ആവുമല്ലോ. അപ്പൊ എന്നാലും അവരൊരു സമയം നമുക്ക് തരുന്നുണ്ട്, അതിനുള്ളിൽ ഫിനിഷ് ചെയ്ത് വരണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അവരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പുറത്ത് നല്ല ചൂടാണല്ലോ. എങ്കിലും നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് ഒട്ടും തന്നെ ചൂടില്ലായിരുന്നു അവിടെ. ഉച്ച ടൈമിലൊക്കെ നമുക്ക് വെയിലത്ത് നടന്നപ്പോൾ അത്രയും ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ കേരളത്തിലെ ചൂടിന് അത്രയൊന്നും ഇപ്പം ബാംഗ്ലൂർ ചൂടില്ല എന്നാണ് തോന്നിയത്. അപ്പം പുറത്ത് കുറച്ച് നേരം നമ്മൾ നിന്ന് മിഠായിയൊക്കെ കഴിച്ച് ആസ്വദിച്ച് നമുക്കിനി ഇതിനകത്തോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. അപ്പൊ പിന്നെ നമുക്കൊന്ന് എന്താണ് അത് വിടാൻ തോന്നിയില്ല. അപ്പൊ അതും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. നമ്മൾ ഇനി നേരെ വന്നിട്ടുള്ളത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇവിടെ നമ്മൾ ഊട്ടിയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ചെടികളോ പൂക്കളോ ഒന്നുമല്ല, ഇവിടെ കൂടുതലായിട്ടുള്ളത് മരങ്ങളാണ് കേട്ടോ. പലതരത്തിലുള്ള ഒരുപാട് മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണലായിരുന്നു കേട്ടോ. ഇതിനുള്ളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഇരിക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നടക്കുന്നതിനാലും വെയിലും ഒട്ടും ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളാണ്. നമുക്കറിയാം നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഫുൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെടികളും പൂക്കളും ഒക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോരോ മരങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ചെടികളൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലല്ലാതെ ഒരുപാട് ചെടികളൊന്നും ആയിരുന്നില്ല കേട്ടോ. കൂടുതലും ഇതുപോലുള്ള മരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ ഇതിനകത്തോട്ട് കയറിയപ്പോൾ. പിന്നെ അത്യാവശ്യം നമുക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ. ഒത്തിരി അങ്ങ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറേ അധികം നടന്ന് ഇതിങ്ങനെ കണ്ട് പോവാൻ. നമുക്ക് വെയിലായിട്ടും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അങ്ങനെ നമുക്കിങ്ങനെ രസിച്ചിങ്ങനെ നടന്നു പോകാൻ നല്ലൊരു സ്ഥലമാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് നേരെ ഇങ്ങനെ നടന്ന് ഇത് കണ്ട് പോവാട്ടോ. അപ്പൊ ആദ്യം നിന്ന് ഞങ്ങളുടെ ഗൈഡ് ഇതുപോലെ 200 വർഷം പഴക്കമുള്ള ഒരു മരത്തിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ മരമാണ് എന്നൊക്കെ വിചാരിച്ചു. കാരണം ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന കണ്ടപ്പോൾ ആദ്യം ഈ മരമാണ് അതെന്നൊക്കെ വിചാരിച്ചു. അത് എന്താണ് കുറെ അധികം പോയിട്ടും അതിന്റെ മുകളിൽ നിന്ന് വീണ്ടും പൊട്ടിക്കിളിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഇതായിട്ടൊക്കെ നടന്നു പോവാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഈ മരം ആയിരുന്നില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ മരം ഉണ്ട് കേട്ടോ. അതായിരുന്നു ശരിക്കും
നമുക്ക് 200 വർഷം പഴക്കമുള്ള ഒരു സിൽക്ക് കോട്ടന്റെ മരമാണ് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ അതും വരും കേട്ടോ. അപ്പൊ അങ്ങനെ കുറേ ദൂരം നടക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലോ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് സൈഡിൽ കുറേ അധികം കടകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറേ ദൂരമൊന്നും നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നടന്ന് പോവുകയാണ്. കുറേ അധികം കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ അധികം നടന്നിട്ടോ. കുറേ അധികം നടന്ന് ഓരോരുത്തർ ക്ഷീണിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എവിടെയും ഇരുന്നിട്ടില്ല, ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, അയർബേബിക്ക് നടക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവും പറഞ്ഞില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തോണ്ട് നടക്കുന്നതേ ഉള്ളൂ, ആൾക്ക് നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലോട്ട് വരുന്നതിനായിരുന്നു പ്രശ്നം. ഇതുപോലെ ഓടി നടക്കാനും ഇങ്ങനെ നടക്കുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓടിയും ചാടിയൊക്കെ നടക്കുമായിരുന്നു. അപ്പം വളരെയധികം എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 200 വർഷം പഴക്കമുള്ള നമ്മുടെ സിൽക്ക് കോട്ടന്റെ മരം. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചത് അതായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് ശരിക്കും മരം. ആ മരം കാണുമ്പോൾ തന്നെ അറിയാലേ എത്രത്തോളം പഴക്കം ആ മരത്തിനുണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ട്, ഒരു നല്ല തണലുമാണ് ഇതിന്റെ അടിയിൽ നിൽക്കാൻ കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ചു നേരം അതിനെ വീഡിയോ ഒക്കെ എടുത്ത് കുറെ നേരം അതിനെ വീക്ഷിച്ചു. നല്ല സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളി മരമാണ് കേട്ടോ. അത് കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ നേരം ഇവിടെ നിന്ന് കണ്ട്. ഇതാണ് അതിനെ പറ്റിയുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത്. വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ ആണിത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ 200 വർഷമാണ് ഈ മരത്തിന്റെ പഴക്കം എന്ന് പറയുന്നത്. അപ്പം 200 വർഷത്തിൽ കൂടുതലുണ്ട്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രീ. ഇനി നമുക്ക് കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള കുറെ ചെടിയുടെ അടിയിൽ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ ഇതുപോലെ നടന്ന് രസിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ കുറെ അധികം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കാണാനുണ്ട്. നല്ലൊരു സെറ്റ് സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മിസ്സാക്കണ്ട കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എനർജി കൊടുത്തേ മതിയാവും. അപ്പൊ നമ്മൾ അവിടുന്ന് അയർബേബിക്ക് ജ്യൂസ് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ജ്യൂസ് അയർബേബിക്ക് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ കുറേ അധികം നടന്നല്ലേ. അപ്പൊ അതിന്റെ ക്ഷീണം ഉറപ്പായിട്ടും തീർക്കണം. അപ്പൊ നമുക്ക് വേണ്ട എനർജിയൊക്കെ നമ്മൾ അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് ഗ്ലാസ് ഹൗസിലേക്കാണ്. അതിന്റെ മുന്നിലായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ നമ്മളുടെ ആ ഒരു ഊട്ടിയിലുള്ള ഗ്ലാസ് ഹൗസ് കണക്കല്ല. ഇവിടെ ഉള്ളില് പ്രത്യേകിച്ച് ചെടികളോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തായിട്ട് ഞാൻ കണ്ടില്ല. ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞാനപ്പോൾ അതിന് ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ഞാൻ ഇങ്ങനെ സൈഡ് വഴി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പം ഗ്ലാസ് ഹൗസ് നമ്മുടെ ഇവിടെയാണ് ഊട്ടിയിലുള്ളടത്ത് കുറെ അധികം ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടില്ല. അപ്പം ഇവിടെ കുറെ മുളകളുടെ സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സെറ്റാണ്. നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മുടെ ട്രാവലറിന്റെ അടുത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ അധികം നടക്കണം. അപ്പൊ അവരുണ്ടാവും നല്ല എൻജോയ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പൊ അവർ ആടിപ്പാടി ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ പുറകിൽ ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ പോവാം കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു. അപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പം ഇനിയും നമുക്ക് നേരെ ട്രാവലറിനടുത്തെത്തണം. അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെ ഇതൊക്കെ കണ്ട് ചില്ലായിട്ട് നടക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. അയർബേബി എപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ വലിയൊരു ദിനോസർ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെയാണ് അത് അനങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമെന്ന് തോന്നും. പിന്നെ പഠിച്ചിരുന്ന സമയത്ത് പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പൊ നമ്മളെ പോലെ പഠിക്കാത്തവർക്ക് ഇവിടെ വലുതായിട്ട് റോളില്ലെന്നാണ് എനിക്ക് തോന്നിയത്. എങ്കിലും നമ്മൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കൂടുതലും ഇതിന്റെ ബോർഡ്സും നോട്ടീസ് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബ്രദേഴ്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റിന്റെ ഒരു ഇതാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട്
ഒരുപാട് എൻജിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെക്ഷൻ എൻജിന്റെ ഫുൾ എൻജിൻസിന്റെ ആയിരുന്നു കേട്ടോ. ഒരുപാട് മെഷീൻസും എൻജിൻസും ഒക്കെ ആയിട്ടുള്ള നമുക്ക് ഏതൊക്കെ തരം മെഷീൻസ് ഉണ്ടോ അതെല്ലാം അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ എല്ലാം ഇവർ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് വീട്ടിലെ പുട്ടുകുറ്റിയാണ്. അപ്പൊ ഇത്രയും വലിയ പുട്ടുകുറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ പുട്ടുണ്ടാക്കാമല്ലോ, അതൊക്കെയാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മോക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണോ എനിക്കറിയില്ല, എപ്പോഴും വരില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് എന്തോ ഒരു തിയറി ഉണ്ട് സംഭവം. അപ്പൊ എന്താണെന്നുള്ള വലുതായിട്ട് വലിയ രീതിയിലൊന്നും തിയറിയോ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇത് ഇലക്ട്രോ ടെക്നിക്കിന്റെ സ്ഥലമാണ്. അപ്പം ഒരുപാട് നമുക്ക് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഈ ഒരു രീതിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഇതുവരെ മ്യൂസിയങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു മ്യൂസിയത്തിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ. അത്രയും മെക്കാനിസംസും മെഷീൻസും അതുപോലെ ഓരോരോ പ്രതിഭാസങ്ങളും നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം. എന്നുവെച്ചാൽ അവിടെ നമ്മൾ ഓരോ ബട്ടൺസ് ഒക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ പ്രതിഭാസം നമുക്കവിടെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ പഠിക്കാത്തതുമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒട്ടും മിസ്സാക്കേണ്ട ഈ മ്യൂസിയം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള ഇതിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം അവർക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ കുറേയധികം സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ മറ്റേ ഫസ്റ്റ് ഉള്ള ആ ഒരു ഫ്ലൈറ്റിന്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലവും നിങ്ങൾ മിസ്സാക്കണ്ട. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. അതായത് നമ്മൾ ഇവിടുത്തെ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, വരാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു കേട്ടോ. ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് സ്വന്തമായിട്ട് നോക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ ഗിയേഴ്സ് ആണ് ഇത് കേട്ടോ. കുറേ അധികം ഗിയേഴ്സിന്റെ സെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കാൻ ചോദിച്ചിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വേവ് അഡിഷൻ ആണ്. ഇത് നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാക്കി കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഈ ഒരു വേവ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇപ്പൊ കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മതി ബാ ചവിട്ടി വിടുന്ന വീട്ടിൽ പോവോ? അപ്പൊ ഐറബേബിയും നിമിഷം കൂടി ഇതിൽ തന്നെ വീട്ടിൽ പോകാൻ പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ നടന്ന് കാണാം. ഇവിടെ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ അതിനകത്ത് കയറാനായിട്ട് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാണാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒത്തിരി ഉണ്ട്. ഇത് നമുക്ക് ഫിസിക്സ് സംബന്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് ചന്ദ്രയാന്റെ ഒക്കെ ഒരു ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇതൊക്കെ കാണാം. ഇനി നമ്മൾ പോകുന്നത് ഒരു ഹോട്ട് പ്ലേറ്റ് ആണ് കേട്ടോ. ഇത് ഹോട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്പോട്ടോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഇവിടെ നമുക്ക് കുറച്ചു നേരം അതെ ഹോട്ട്സ്പോട്ടെ. അപ്പൊ നമുക്ക് ഇതിന് മുന്നിൽ ഒരു 10-20 സെക്കൻഡ് മുമ്പ് കൈ വെക്കുന്ന സമയത്ത് കയ്യിൽ ചെറിയ രീതിയിൽ ചൂട് ഉണ്ടാവും. അതുപോലെ ഇത് ഹൈപ്പർബോളയാണ്, ഇത് പാരാബോളയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്കൊന്നും ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ വലിയായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ പഠിച്ച് മറന്നുപോയ കാര്യങ്ങളും നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇൻഫിനിറ്റി വെല്ലാണ് കേട്ടോ. അപ്പൊ നമുക്കിത് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. നമുക്കിതിന് അറ്റം കാണാനേ പറ്റൂല, ഇങ്ങനെ തുടർന്നേ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇതിന്റെ ഒരു നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഇൻഫിനിറ്റി വെൽ എന്നുള്ളത്. അത് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ എഴുതി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്ക് എയറിൽ നിന്നുള്ള മ്യൂസിക് നമുക്കിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് മ്യൂസിക് അങ്ങനെ വിവിധ മേഖലകളെല്ലാം കവർ ചെയ്ത് നമ്മൾ തിരിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പം ഇനി നമ്മൾ നേരെ വന്നത് വിധാനസൗധത്താണ്, നമ്മുടെ കർണാടക ഗവൺമെന്റിന്റെ ഓഫീസാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കണക്ക് കർണാടക ഗവൺമെന്റിന്റെ ഓഫീസാണത്.
അപ്പൊ നമ്മൾ 6 മണിക്ക് മുന്നേ തന്നെ ഈ ഒരു വിധാനസഭയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലം വരെയാണ് അവർ നമ്മുടെ പാക്കേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങി, ട്രാവൽസിലോട്ട് പോയിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ നടന്നൊന്ന് കറങ്ങി തിരിഞ്ഞ് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത്. അപ്പൊ വിധാനസഭയുടെ ഫ്രണ്ടിൽ തന്നെ കുറേ ആളുകളുണ്ട്. ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോ എടുക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ വിധാനസഭയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടുത്തെ എന്താണ് ഹൈക്കോർട്ട് ഉള്ളത്. കർണാടക ഹൈക്കോർട്ടാണ് കേട്ടോ ഇത്. അപ്പം അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വിധാനസൗധ ഉള്ളത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇതിന്റെ ഷോർട്സ് ഒക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ഷോർട്സ് നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഡേ കാസർഗോഡ് ആയിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ടു വെക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ നൈറ്റ് ആണ് കേട്ടോ, ഫസ്റ്റ് നൈറ്റ് ആണിത്. നമ്മളിപ്പോ എല്ലാവരും പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും നേരെ റൂമിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലം നൈറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂരൊക്കെ ഇത്രയും തിരക്കുള്ള സ്ഥലമാണല്ലോ. അപ്പം ഇവിടെ വർക്കിംഗ് ഡേയ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈഡേ സാറ്റർഡേ നൈറ്റ് ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ തിരക്കാണ്. അപ്പം നൈറ്റ് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. റൂമിൽ പോയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. കുറച്ച് നടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു ഇവിടേക്ക് ഒന്ന് കാണാമല്ലോ. നമ്മൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നൈറ്റിലുള്ള ഒരു വൈബ് അടിപൊളിയാണ്. നമുക്കിങ്ങനെ നടന്നു കാണാനൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പൊ നമ്മൾ റൂമിലൊക്കെ പോയി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കാൻ ഇറങ്ങി. അവിടെ നിന്ന് ചെറിയൊക്കെ ചായ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു നൈറ്റില്. അപ്പം ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞ് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ നടന്നിട്ട് നമുക്ക് വേറെ റൂമിലേക്ക് തിരിച്ചു പോകാൻ വിചാരിച്ചു. പിന്നെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ആകെ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വാഷ് ചെയ്തിട്ടൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വളരെ കുറച്ച്. കാരണം ലഗേജ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിനെ അത് ബാധിക്കും. കാരണം നമുക്കത് എടുത്തോണ്ട് നടക്കാനൊക്കെ ഭയങ്കര പാടാണ്. മറ്റേത് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പൊ നമ്മൾ പിന്നെ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ നേരെ മെട്രോ വഴി നമ്മൾ ഓറിയൻ മാളിലേക്കാണ് പോയത് കേട്ടോ. അപ്പൊ ഇവിടെ പോകുന്നതിന് പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇവിടെ നമ്മുടെ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ നമ്മളിവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോളിലേക്ക് വന്നത്. അപ്പോൾ ഓള് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാളാണ്, ഇവിടേക്ക് വന്ന് നല്ല വൈബാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അപ്പൊ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. നാജിദ റഹ്മാണ് ഇപ്പോൾ വെറും നാജിദ റഹ്മാൻ അല്ല, ഡോക്ടർ നാജിദ റഹ്മാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെ ഈ ഒരു ഓറിയൻ മോളിൽ വെച്ചാണ് മീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഓള് പറഞ്ഞണക്കാരൻ ഇവിടെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ല വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ആണ്. അപ്പൊ ഇതുപോലെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ എൻജോയ് ചെയ്യാനും അടിപൊളിയാണ്. അപ്പം ഈ ഒരു സ്ഥലത്ത് നൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇവിടെ ഫുള്ള് ലൈറ്റും അതുപോലെ തന്നെ ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമായിരുന്നു. അപ്പം ഇവിടെ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ നാജിദയ്ക്ക് പിന്നെ ക്ലിനിക്കിൽ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പോയി അതിനുശേഷം നൈറ്റ് നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള ഇതിലാണ് നമ്മൾ പോയത്. അപ്പൊ അവള് പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ പോയി കുറച്ചു നേരം ഉറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നാജിയുടെ കോള് വന്നു. വീണ്ടും നമ്മൾ നേരെ ബ്രിഗേഡ് റോഡിലോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് സെറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. സെറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നൈറ്റ് വൈബ് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. ഇവിടെ സാറ്റർഡേ നൈറ്റ് ആൻഡ് ഫ്രൈഡേ നൈറ്റ് ഒക്കെ ഒരുപാട് നല്ല തിരക്കാണ്. പിന്നെ നമ്മൾ സിനിമയിലും വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ നൈറ്റ് പബ്ബുകളും അതുപോലെ തന്നെ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഡ്രിങ്കിങ് ഒക്കെ പെണ്ണുങ്ങളും അത് ആണുങ്ങളെ പോലെ തന്നെ ബാറുകളിലൊക്കെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ കുറേ നേരം നല്ല ചില്ലായിട്ട് നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരിച്ചു വീണ്ടും മെട്രോയിലേക്ക് വന്നിട്ട് ഇത് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും എടുത്തതല്ല. ഇവിടെ ഒരു പണിയാണ്, മുകളിൽ നിന്ന് ഈ എടുത്ത് ചാടക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ 1-2 വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഈ വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണല്ല, ഒരിക്കലും അല്ല കേട്ടോ. അപ്പം ഇനി നമ്മൾ നേരെ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോയിട്ട് നല്ല രീതിയിൽ കിടന്നിറങ്ങണം. കാരണം രാവിലെ 6 മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ ബസ്സും അതുപോലെ തന്നെ ഓട്ടോയും, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് നമ്മൾ കാറും ബൈക്കും ഒക്കെ കാണുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഓട്ടോയും ഈ ഒരു ബസ്സുമാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ ഇതുവഴി നടന്ന് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് മജസ്റ്റിക്കിലാണ് നമ്മൾ റൂം എടുത്തിരുന്നത്. നമുക്ക് അടുത്ത് തന്നെയാണ് റൂം. പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് നമ്മുടെ ട്രെയിൻ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ബാംഗ്ലൂർ വിട്ട് പോരുന്നു. ഇനി നമുക്ക് ബാംഗ്ലൂർ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നേരെ ട്രെയിനിൽ നമ്മുടെ നാട്ടിലേക്ക് കൊല്ലത്തേക്ക് പോരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പം അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.